അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കൊടുവള്ളിയിൽ എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്നുണ്ട്? കൊടുവള്ളി മാത്രമല്ല, കൊടുവള്ളിയിൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കൊടുവള്ളിക്ക് പുറമെ കൊടുവള്ളിയുടെ സമീപ മണ്ഡലങ്ങളിൽ പോലും, കാരണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം. പാർട്ടി വിട്ടുപോയവർ, മുന്നണി വിട്ടുപോയവരെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു, മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നു. കൊടുവള്ളിയുടെ പ്രത്യേക സാഹചര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ 2 തവണയും UDF പരാജയപ്പെട്ടത് പാർട്ടിക്കകത്തുനിന്ന് ആളുകൾ പുറത്തു പോയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പുറത്തുപോയ ആളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഇടമല്ല CPIM എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അവർ തിരിച്ചു വരുന്നത്. ഇത് മറ്റുള്ള ആളുകളെ പോലും സ്വാധീനിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരാൻ ഇത് സഹായകരമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് സ്വാധീനിക്കുക? പ്രത്യേകിച്ച് കുന്നമംഗലത്ത് റസാഖ് മാഷിയാണ് അന്ന് മൂപ്പരെ പരാജയപ്പെടുത്തിയത്. അദ്ദേഹം വീണ്ടും കുന്നമംഗലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട്. കൊടുവള്ളിയിലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ പരിസരത്തൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ കൊടുവള്ളി, കുന്നമംഗലം തുടങ്ങിയ നിയോജകമണ്ഡലങ്ങളിലെല്ലാം ഇടതുപക്ഷം നിരന്തരമായി ജയിക്കുന്നത് ഇത്തരത്തിലുള്ള സ്വതന്ത്രന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ആ സ്വതന്ത്രന്മാരും അവരോടൊപ്പം ചേർന്ന് പാർട്ടി വിട്ടുപോയ, മുന്നണി വിട്ടുപോയ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇത്തരം നിരന്തരമായ വിജയങ്ങൾ അവർ ആവർത്തിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് കുന്നമംഗലം മണ്ഡലത്തിൽ ഇത് പ്രതിഫലിക്കും. ഇത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനും UDF സാരഥി പ്രിയപ്പെട്ട റസാഖ് മാഷയുടെ വിജയമൊക്കെ ഉറപ്പുവരുത്താനും ഇത് സഹായകരമാകും. നിരവധി ആളുകൾ ഇപ്പോൾ പരസ്യമായി ഒറ്റയടിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ പറയാൻ അവർക്ക് സാധ്യമല്ലെങ്കിലും അവരുടെ എല്ലാം വോട്ട് ഇത്തവണ UDFനായിരിക്കും. അത് CPMനകത്തുള്ള ആളുകൾ പോലും പറയുന്നൊരു കാര്യമാണ്. ഇത്തവണ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം, UDF ആണ് വരേണ്ടത് എന്ന പൊതുവായ ഒരു ചിന്ത CPM പ്രവർത്തകർക്ക് പോലുമുണ്ട്. പാർട്ടി വിട്ടുപോയവർ അത് പരസ്യമായി പറഞ്ഞ് അവർ തിരിച്ചു വരുന്നു എന്നത് മാത്രമാണ് പ്രത്യേകത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.